നടുപൊടിഞ്ഞിക്കണേ രണ്ട് മൂന്നുണ്ട് ഇവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കുക. തുണി കുപ്പായുണ്ടല്ലോ തരം തരട്ട് നടക്കാനേ. തണ്ടത് എവിടെ പോയി കിടക്കണോ? ഇപ്പൊ വരും കഞ്ഞിണ്ടോ വെള്ളമുണ്ടോ വെച്ച് ഇഞ്ച കുട്ടികളൊന്നും ചോദിക്കാൻ നോക്കാൻ കൂടി ഒഴിവില്ല. താത്ത ഇതും പാടെ തീരുമ്പട്ടാ. നേരത്തിന് കൊടുങ്ങനെ അയച്ചു കൂട്ടുണ്ടല്ലോ എൻ്റെ ഓരോന്ന് ഇവിടെ എത്തണ്ട ഒരു കള്ളത്താടി ഒരു പച്ചപ്പോയി പൂക്കണ വരെ എവിടെയെങ്കിലും പോയി കുത്തള്ളൂ. 10 മണിയൊക്കെ നീച്ച് വന്നിട്ടാണ് കണ്ണാടിന്റെ മുന്നിൽ എത്താൻ പോലെ എത്ര നോക്കാനും വരി. ഏത് നട്ടപ്പാലക്കാണോ കേറി വരല്? ഇങ്ങോട്ട് വരട്ടെ. ഇന്ന് ഞാൻ വാതിൽ ഞാൻ തുറന്നു കൊടുക്കുന്നുണ്ട്. മക്കളെ പൊന്നാ പിന്നെ എവിടെയാണ് ഈ മക്കൾ പോയി കിടക്കണത്? ഇങ്ങോട്ട് വന്നാണ്, ഇങ്ങോട്ട് വരെ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ മിന്നുമോളെ. എന്താണ് ഈ മക്കളെ കാണാത്തത്? ഉമ്മച്ചി മണ്ണിൽ കളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ പോയി കളിക്കുന്നു? മുടിയൊക്കെ ആകെ കേടിട്ട് ഉമ്മച്ചിയെ മുടിയൊക്കെ സുന്ദരാക്കിട്ട് കെട്ടിത്തരാം. താത്ത ഒരു ഗ്ലാസ് ചായ. അല്ലെങ്കിൽ വേണ്ട, ഈ താടിന്ന് എവിടെ പൊട്ടിട്ടാന്നൊക്കെ. എന്നാ ശരി താത്ത ചായ എടുത്തോ? ചായ വീട്ടിന് ബൂസ്റ്റർ കലക്കി തരാം ഞാൻ. താത്താന്റെ ചായ ഇട്ടിട്ട് എന്റെ ടൂർ പോക്ക് നടക്കൂല. എന്റെ ഉമ്മച്ചി ചായ തരുന്നില്ലേ? ഞാൻ പോവാണ്, ഞാൻ ടൂർ പോവാ. ഞാൻ ടൂർപ്പാ. എടാ പോത്തെ 2 ദിവസം മുമ്പല്ലേ ഈ ടൂർ കഴിഞ്ഞ് വന്നത്. എന്റെ ചെക്കന്മാരോടെ കാത്തില്ല, ഞാൻ പോവാ. ആ ചെക്കിന് വല്ല കളിയുണ്ട്. വന്നിട്ട് 2 ദിവസമായിട്ടുള്ളൂ. എന്തപ്പോ കാട്ടുന്നു മോളെ? ഒരു ദിവസം വെള്ളം എടുക്ക്, ഭയങ്കര ദാഹം. എടുക്ക്. വന്നിട്ടേ നമുക്ക് പോണ്ടേ, പുതിയ തുണി കുപ്പായി കിടക്കണ്ടേ. ഈ മണ്ണിൽ പോയി കളിക്കരുത് കേട്ടോ. മോളെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടാ ദാഹിച്ചിട്ടല്ലേ ചോദിക്കണേ. എത്ര നേരെ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ തരാൻ. ഓ വന്നു സൂര്യക്കേട് വരുത്ത പണിഞ്ഞൊക്കെ പോയിട്ടുള്ളൂ. കൊഞ്ഞി പടം ചോദിച്ച് വന്നിക്കണ്. ഒരു മനസമാധാനവുമില്ല. ഇതൊക്കെ ആരോട് പറയണേ? വെള്ളം
മോളെ ഒരു മിനിറ്റ് കൊണ്ടുപോ. മോളെ ഇത്രയും കാലം എൻ്റെ സ്വന്തം മോളെ പോലെ ഞാൻ നിന്നെ കണ്ടു. എൻ്റെ ഒരു മരവുകളെ പോലെ അല്ല നിന്നെ കണ്ട്. ഇങ്ങനെ നിന്റെ വാപ്പാനോട് നീ ചെയ്യോ പറ. ഇതൊക്കെ വളരെ മോശമായിട്ട് പോയിട്ടോ. സാഹിത്യം കൊണ്ടുവന്നിട്ട് അല്ല പാപ്പ എത്താ നനഞ്ഞിക്കണ്, നിനക്ക് എന്താ പറ്റിക്കണ്? നല്ല ചൂടല്ലേ, വേർത്തതാണ്. ഇപ്പൊ പണി കഴിഞ്ഞു വരല്ലേ, ഭാര്യ അവിടെ ഉണ്ടാവും. നല്ല ചായ വെള്ളം തരാൻ പറ. സുമയ, സുമേ, ഇപ്പാക്കെത്താ പറ്റിക്കണ്? എത്താ പാക നനഞ്ഞിക്കണ്? ആവോ ഇന്നിപ്പോ അവിടുന്നല്ലേ വന്നിട്ടുള്ളത്. ഇപ്പാനാണ് പോയി നേരിട്ട് ചോദിച്ചു നോക്കാൻ. അല്ലപ്പാ, എത്ര സത്യത്തിൽ നിങ്ങൾക്ക് പറ്റിക്കണത്? ഓളോട് ചോദിച്ചിട്ട് ഓളും പറയില്ല, അങ്ങോട്ട് ചോദിച്ചിട്ട് ഇങ്ങോട്ടും പറയില്ല. എത്ര സംഭവിച്ചിവിടെ? സുമയ്യ, ഓളോട് എപ്പ ചോദിച്ചാൽ ഓളും ഇങ്ങോട്ട് കേൾക്കണം. എത്തോ ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തുറന്ന് പറയും എത്താന്ന്. സുമയ്യ, അന്നെ എത്ര നേരം പിടിച്ചു തുടങ്ങിട്ട്? എത്താണ് നിങ്ങൾക്ക് മാണ്ടത്? അടുത്ത 100 കൂട്ടം പണിയുണ്ട്. അതിന്റെ സുമയ്യ സുമയ്യ എത്താണ് കാര്യം പറയും. എത്ര അവിടെ പറ്റിക്കണ്? എത്ര ചെപ്പ് എങ്ങനെ കുത്തിക്കണ്? എത്ത് പറ്റണേ, ഞാൻ എത്തും കാട്ടിട്ടൊന്നുമില്ല. ഉള്ള ഏത്തിന് മുഴുവൻ കൂട്ടി തന്നിട്ടുണ്ടാവും. എത്ര പറ്റിക്കണ തൊള്ളൊന്ന് പറയും. എത്ത് പറ്റണേ, ഇച്ചേ ഇങ്ങളെ ബാപ്പാനെ ഇങ്ങളെ അച്ഛന്മാരെ നോക്കണ പണിയല്ല. ഈ 2 പെൺകുട്ടികളെ വളർന്നു വരുന്നത് ഓരോ ഭാവി നോക്കണ്ടേ? എത്ര സുമയ്യ ഇപ്പാക്ക് പറ്റിക്കണിച്ച് തൊള്ളൊന്ന് പറയാം. ഇങ്ങനെ ഉണ്ടാകാത്ത കാര്യം എത്ത് പറ്റിക്കണെന്ന് ഞാനൊരു കാര്യം പറയാം. ഇച്ചേ ഇങ്ങളെ കുട്ടികളെ നോക്കേണ്ട ബാധ്യത മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങളെ ബാപ്പാനെ നിങ്ങളെ അച്ഛന്മാരെയും ഒക്കെ പാടെ നോക്കാൻ ഇന്നെക്കൊണ്ട് പറ്റൂല. കുടുംബം മൊത്തം ഇന്റെ കാര്യം. എന്താ അടിയ പ്രശ്നം അവിടെ? നിങ്ങള് കുത്തിരിക്കേ. എന്താ അടിയ ഇവിടെ ഉണ്ടായിരിക്കുന്നത്? ഞാൻ കേറി വരുമ്പോ തന്നെ ഒച്ചയും വിളിയാണ്. ഇവിടെ എത്താണ്ടായത് നെച്ചു അറിയില്ല. ഞാൻ പണി കയറിയാണ് ഇപ്പഴും വന്നിട്ടുള്ളൂ. ഇപ്പാനോട് ട്രിപ്പ് എത്തും കൊണ്ടിടില്ല. ഓരോട് വെച്ചോളൂ വാരത്തേക്കാൻ പറയാം. ഇങ്ങളേല് പറയും എന്താ അവിടെ പ്രശ്നം? എന്ത് പ്രശ്നടാ? ഒരു പ്രശ്നമല്ല. ഈ ബാപ്പ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണേ. കണ്ടില്ലേ കൂമന്റെ എനിക്ക് കുത്തിറക്കണേ, ഒന്നും അറിയാത്ത പോലെ. അതാ ഈ വാപ്പാനെ കുറിച്ച് നിങ്ങൾ പറയുന്നു വേണ്ട, എനിക്കറിയാം. നിങ്ങളൊരു പ്രശ്നം തീർക്കാൻ വേണ്ടിട്ട് എത്ര പ്രാവശ്യം ഞാൻ അവിടെ വന്നിക്കണ്. എന്റെ പെണ്ണുങ്ങള് ഞമ്മളെ വാപ്പാനെ ഇതേപോലെ ഇടങ്ങേറാക്കാണ്. നിങ്ങൾക്കത് സഹിച്ചു. നിങ്ങൾ പറയാം. ഇനി ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ആ പെരയ്ക്ക് നിങ്ങൾ കയറി വരണ്ട. എന്തായാലും ആ പെരയിൽ നിങ്ങളെ കേട്ടൂല. നിങ്ങൾക്ക് നല്ല കോലത്തിൽ ഇവിടെ നിൽക്കാൻ ഈ വാപ്പാനി അളിയനി നോക്കിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിന്നോടെ. സുമയ്യ, ഇതുവരെ കാര്യത്തും അറിയില്ല. ഇപ്പൊ ചെല്ലാൻ മനസ്സിലാക്കണം. ഇനി ജപ്പാനത്തൊരു തെറ്റൂലെന്ന് വെച്ച് മനസ്സിലാക്കണം. ഇനി നല്ല രീതിക്ക് ഇവിടെ നിൽക്കാൻ പറ്റെങ്കിൽ നിന്നോ, അല്ലെങ്കിൽ ചെന്റെ ആളെന്നെ പറഞ്ഞുപോയി. അളിയാ, താത്താനെ എന്റെ ഒപ്പം പറഞ്ഞേക്കാൻ നിൽക്കണ്ട. എനിക്ക് വേറെ കുറെ കാര്യങ്ങളുണ്ട്. താത്ത ഞാൻ അവിടെ വന്നിട്ട് വേണം കുറെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കാൻ. ഞാൻ എന്തായാലും പോകുകയാണ്. നിങ്ങളെ തീരുമാനമാക്കുന്നത്. കൊറേ ഉപദ്രവിച്ചിരിക്കണം. അറിയാതെ തെറ്റ് പറ്റിയതാണ്. ഇജ്ജ് സുമയ്യ ഇഞ്ഞോടല്ല മാപ്പ് പറഞ്ഞത്. ആ നിൽക്കണ ജപ്പാനോട് പോയി പറയാം. ഞാൻ ഉപ്പാനെ കൊറേ ഇടങ്ങാറാക്കിയേക്കണം. ഒക്കെ എപ്പോഴാ മനസ്സിലാക്കണത്. ഒരു മകളായി കണ്ട് പൊരുത്തപ്പെട്ട് തന്നൂടെ? എന്റെ മരുമകളെ പോലെ അല്ല നിന്നെ കണ്ടു, എന്റെ ഒരു മകളെ പോലെ.
നീ എന്നെ എത്ര ബുദ്ധിമുട്ടിച്ചു ഇന്നേ വരെ ഞാൻ നിന്റെ ഭർത്താവിനോട് പറഞ്ഞിട്ടില്ല. ഈ മനുഷ്യനാണ് തെറ്റുപറ്റും, എല്ലാം ഞാൻ പൊരുത്തപ്പെട്ടു. ഇനിയെങ്കിലും നമുക്കൊരു കുടുംബം ഒന്നായിട്ട് മുന്നോട്ട് പോവാം. കരല്ലേ നീ കൂടി തളർന്ന പിന്നെ വാപ്പാകാരല്ലേ കരല്ലേ. നീക്ക് പോയിട്ട് ചായ ഒരു ദിവസം വെള്ളം കൊണ്ടു വെച്ചാലേ നീക്ക്. എന്താണ് കുരുവിയെ പൊന്നു ഒരു മുഖത്തേക്ക് പോകും ചക്കര പറഞ്ഞു ഉപ്പ ചായ. മോളെ, ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരു കുടുംബം സ്വർഗമാക്കാനും കഴിയും, നരകതുല്യമാക്കാനും കഴിയും. ഇപ്പൊ നമ്മുടെ കുടുംബം സ്വർഗതുല്യമായി. മോനെ, അതിന് പൈസ ഉണ്ടോ? ആ എൻ്റെ അടുത്ത് പൈസ ഉണ്ടപ്പാ. എന്നാ നമ്മൾ അതിന്റെ ടൂർ പോയിക്കണല്ലോ, അതിന്റെ 5 നമുക്ക് ഗ്രൂപ്പായിട്ട് ടൂർ പോയാലോ? ആ എന്നാ അങ്ങനെ തന്നെ ഡ്രസ് മാറ്റിയിട്ട് ശരി വാ മക്കളെ. ശരി